കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ചു വന്ന ആളാണ് ശശി തരൂർ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇത്തവണ BJP ഏറ്റവും കൂടുതൽ വിജയസാധ്യത കാണുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് ഇത്തവണ അനന്തപുരിയിൽ വേണ്ട രീതിയിൽ പ്രചരണ രംഗത്ത് ഇറങ്ങാൻ സാധിക്കാത്തതും. കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് NDAയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് എത്തിയതു മുതൽ അണികളിൽ ഏറെ ആവേശമാണ്. അത് പ്രചരണ രംഗത്തും കാണാം. മിക്ക സ്ഥലങ്ങളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ കുമ്മനം രാജശേഖരനും നിരവധി അണികളും പ്രചരണ രംഗത്തുണ്ട്. സി ദിവാകരന്റെ പ്രചരണവും ഒട്ടും മോശമല്ല. അദ്ദേഹവും പ്രചരണ രംഗത്ത് ഏറെ മുന്നിൽ തന്നെയാണ്. എങ്കിലും കോൺഗ്രസ്, BJP, CPM 3 പേരെയും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണ രംഗത്ത് തിരുവനന്തപുരത്ത് നിന്നല്ല കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് BJP പ്രവർത്തകർ തന്നെയാണ്. വടകര, കോഴിക്കോട്, തിരുവനന്തപുരം ഇത്തവണ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രചരണം നടത്താത്ത മണ്ഡലങ്ങളിൽ നിന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വട്ടിയൂർക്കാവിൽ നിന്ന് K മുരളീധരൻ വടകരയിൽ എത്തിയപ്പോൾ വലിയ ആവേശമായിരുന്നു അണികളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആവേശങ്ങളൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങിയ തരത്തിലാണ് ഇപ്പോൾ അവിടെ പ്രചാരണം. കോഴിക്കോട് MK രാഘവന്റെ കോഴ ആരോപണം വന്നതോടെ അവിടെയും ഏകദേശം പ്രചരണം നിലച്ച മട്ട് തന്നെയാണ്. ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ശശി തരൂർ. അങ്ങനെയിരിക്കെ ശശി തരൂരിന് ഇത്തവണ വേണ്ട രീതിയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങാൻ കഴിയുന്നില്ല എന്നത് തന്നെ കോൺഗ്രസുകാരെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. BJPയും CPMും പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തുമ്പോൾ ഈ കോൺഗ്രസിന് ഇത് എന്തു പറ്റി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ചർച്ചകളും ഒക്കെ. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ഏറെ ആവേശകരമായി പ്രവർത്തിച്ച കോൺഗ്രസ് ആണ് ഇത്തവണ പിന്മാറി നിൽക്കുന്നത്. പിണറായി വിജയനെ കണ്ട് പേടിച്ച് മുട്ടുവിറച്ചിട്ടാണോ അതോ ഇനി മോദി തരംഗം ഇന്ത്യ മൊത്തവും അലയടിക്കുന്നത് കേരളത്തിലും പ്രതിഫലിക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങളും. എന്തൊക്കെ തന്നെ ആയാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പരമ്പരാഗത കോൺഗ്രസുകാർ ഇതൊന്നുമല്ല കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പ്രചരണത്തിൽ കുമ്മനം തന്നെയാണ്. കുമ്മനം രാജശേഖരന് അണികളുടെ പ്രവാഹമാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് മണ്ഡലത്തിൽ ശശി തരൂരിനൊപ്പം പ്രചരണത്തിനിറങ്ങാൻ ആളില്ല എന്ന വാർത്തയും പുറത്തു വരുന്നത്. മിക്കപ്പോഴും ശശി തരൂർ ഒറ്റയ്ക്കോ 1-2 പേര് അടങ്ങിയവരാണ് പ്രചരണത്തിന് ഓരോ വീടുകളിലും എത്തുന്നത്. വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥിയെ തിരിച്ചറിയാനും ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും ജനങ്ങൾക്കാകൂ എന്നുള്ള സത്യവും കോൺഗ്രസ് മനസ്സിലാക്കണം. ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച് വയനാട് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കാൻ എത്തുന്ന ഒരാൾ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അത് കോൺഗ്രസിന് ഏറെ ആവേശവുമാണ്. ഗ്രൂപ്പ് വഴക്കുകളൊക്കെ മാറ്റി നിർത്തി കോൺഗ്രസ് ഐക്യകണ്ഠേന ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യവുമാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയായാലും ഇത്തവണ ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന പഴഞ്ചൊല്ലും കോൺഗ്രസ് മറക്കരുത്. നിങ്ങൾ ഒത്തുനിന്നാൽ മാത്രമേ ഇത്തവണ കോൺഗ്രസിന് കേരളത്തിൽ വിജയസാധ്യത തെളിഞ്ഞു വരൂ. അല്ലെങ്കിൽ ആ സ്ഥാനം 2ാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെടും. കാരണം തിരുവനന്തപുരം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. അവിടെ റിപ്പോർട്ടുകളും സർവേകളും ഒക്കെ വരുന്നത് കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്ന തരത്തിലാണ്. ഏറ്റവും ഒടുവിൽ വന്ന മാതൃഭൂമിയുടെ സർവേ വരെ പറയുന്നത് കുമ്മനം രാജശേഖരൻ ഒരു സീറ്റ് ഉറപ്പിച്ചു എന്ന മട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് മുന്നിലുള്ളത്. ഒത്തുപിടിച്ചാൽ മാത്രമേ ശശി തരൂരിന് കഴിഞ്ഞ 2 വർഷത്തെയും വിജയം ഈ വർഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ ശശി തരൂരിന് തുണ ശശി തരൂർ മാത്രമാണ്. അണികൾ പോലും ഒപ്പമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.